കീരമ്പാറയിലെ വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചു. നിലവിൽ ആരംഭിച്ചിട്ടുള്ള ഫെൻസിംഗ് വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനോടൊപ്പം അവശേഷിക്കുന്ന ഭാഗത്തുകൂടി ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും സമരക്കാർക്ക് അധികൃതർ ഉറപ്പു നൽകി. കീരമ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് LDF പഞ്ചായത്ത് കമ്മിറ്റി പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്. നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാനും ഗ്രാമപഞ്ചായത്തിന്റെ വാഹനം RRTയുടെ പട്രോളിംഗിനായി ഉപയോഗിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. കൂരികുളം മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും നടപടിയെടുക്കും. പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും നടപടിയുണ്ടാകും. തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം 3 കിലോമീറ്റർ ഫിനിഷോട് അവിടെ 5 കിലോമീറ്റർ ഫിനിഷ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട MLA RKV വഴി ഒരു 15 കിലോമീറ്ററിന്റെ അനുവാദം തന്നിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് അതുകൂടെ അത് ഇതിന്റെ 8 കിലോമീറ്റർ തുടർച്ച അത് നമ്മുടെ ചർച്ചയിലും സമരത്തിന്റെ സമാപന സമ്മേളനത്തിലും സാബു വർഗീസ്, MK രാമചന്ദ്രൻ, MS ശശി, KO കുര്യാക്കോസ്, VC ചാക്കോ, ജിജോ ആന്റണി, PN നാരായണൻ നായർ, ഷാജി പീച്ചക്കര, AK കൊച്ചുകുരു തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ MP ഡീൻ കുര്യാക്കോസ് ഒരു നയാ പൈസ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഒരു നയാ പൈസയെങ്കിലും ഇവിടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് ചെലവഴിച്ചിട്ടുണ്ടോ? അന്നത്തെ മതിയിലെ ബഹുമാനായിട്ടുള്ള MLA ചീത്ത വിളിക്കുവാനും വിമർശിക്കുവാനും MLAക്കെതിരെ ആരോപണങ്ങളും ഉന്നയിക്കാനൊക്കെ അത് നിങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ പരിശോധിക്കണം. അത് നിങ്ങൾ പരിശോധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം കടന്നുവരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആയുധം. അപ്പോൾ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സംസ്ഥാന ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ബഹുമാനായിട്ടുള്ള MLA തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 4 വോട്ടിന് വേണ്ടി എന്ത് പേക്കൂത്തും നടത്തുന്ന ഈ സമര യാഥാർത്ഥ്യം ജനങ്ങൾ നന്നായി മനസ്സിലാക്കണം. GTV ന്യൂസ്, കീരമ്പാറ.